85/2024 കാറ്റഗറി നമ്പറിൽ PS നടത്തിയ ആംബുലൻസ് അസിസ്റ്റന്റ് എക്സാമിന്റെ പാർട്ട് 2 ഇന്നെത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. (2023) വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആര്? 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ശ്രീകുമാരൻ തമ്പി. 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ശ്രീകുമാരൻ തമ്പി. 2024 വയലാർ അവാർഡ് നേടിയത് അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവൽ. 2022 S. അരീഷിന്റെ മീശ. 2021 ബെന്യാമിന്റെ മാന്തളയിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി ജൂലൈ 14, 2023. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി ജൂലൈ 14, 2023. ചന്ദ്രയാൻ 3 ഭ്രമണപഥത്തിലെത്തിയത് 2023 ഓഗസ്റ്റ് 5. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ഓഗസ്റ്റ് 23. വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം LVM-3 M4. റോവറിന്റെ പേര് പ്രഗ്യാൻ. ലാൻഡറിന്റെ പേര് വിക്രം. ലാൻഡറിന്റെയും റോവറിന്റെയും മിഷൻ ലൈഫ് ഒരു ലൂണാർ ദിനം, അതായത് 14 ഭൗമദിനങ്ങൾ. മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? കുടുംബശ്രീ. 1998 മെയ് 17 മലപ്പുറത്ത് അടൽ ബിഹാരി വാജ്പേയി ആണ് കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. സ്ത്രീ ശാക്തീകരണത്തിലൂന്നിയ സാമ്പത്തിക സാമൂഹിക ശാക്തീകരണത്തിലൂടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് കുടുംബശ്രീയുടെ ലക്ഷ്യം. നബാർഡിന്റെ സഹായത്തോടെ കേരള സർക്കാർ രൂപം നൽകിയ പ്രൊജക്റ്റാണ് ഇത്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിശ്ചയിക്കുന്ന യൂസർ ഫ്രീ അനുസരിച്ചുള്ള വൃത്തിയാക്കിയ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് MCF-ൽ എത്തിക്കുകയാണ് ഹരിതകർമ്മസേനയുടെ ലക്ഷ്യം. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയോ അതിക്രമങ്ങൾ നേരിടേണ്ടി വരികയോ ചെയ്താൽ പരാതികൾ അറിയിക്കുവാനുള്ള തൊഴിൽ വകുപ്പിന്റെ സംവിധാനമാണ് സഹജ കോൾ സെന്റർ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച 24 മണിക്കൂർ സേവനം ലഭ്യമാക്കുന്ന എമർജൻസി സംവിധാനമാണ് മിത്ര 181. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരമാണ് കോഴിക്കോട്. സിറ്റി ഓഫ് മ്യൂസിക് എന്ന പദവി ലഭിച്ചത് മധ്യപ്രദേശിലെ ഗോളിയോർ. ലോകത്തിലാദ്യമായി സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചത് ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗ്. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഗുജറാത്ത്. ചിപ്പ് നിർമ്മാണ മേഖലയ്ക്കായി പ്രത്യേക നയം രൂപവൽക്കരിച്ച ആദ്യ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ ചിപ്പ് നിർമ്മാണശാല നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ധൊലേറ. ഏഷ്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് ട്രക്ക് നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുന്ന സംസ്ഥാനവും ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ യൂണിറ്റ് സ്ഥാപിതമായത് ബംഗളൂരു. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ D ആണ്. പ്രോജക്ട് ഡയറക്ടർ വീരമുത്തുവേൽ. വിക്ഷേപണ വാഹനം LV Mark 3. വിക്ഷേപണ തീയതി ജൂലൈ 14, 2023 എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആണ് S. സോമനാഥ്. പ്രോജക്ട് ഡയറക്ടർ P. വീരമുത്തുവേൽ. മിഷൻ ഡയറക്ടർ മോഹൻ കുമാർ. 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2016 മെയ് 25 മുതൽ 2021 മെയ് 3 വരെ ഒന്നാം പിണറായി സർക്കാർ
കേരളത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് പിണറായി വിജയൻ. കേരളത്തിന്റെ 23ാമത്തെ മുഖ്യമന്ത്രിയും 12ാമത്തെ വ്യക്തിയുമാണ് ഇദ്ദേഹം. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം കാവൽ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ. താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് എന്റെ വഴിത്തിരിവ്. പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് എന്റെ വഴിത്തിരിവ്. എന്റെ കഥ എന്ന ആത്മകഥ എഴുതിയത് മാധവിക്കുട്ടി. എന്റെ ജീവിത കഥ എന്ന ആത്മകഥ എഴുതിയത് AK ഗോപാലൻ. എന്റെ വഴിയമ്പലങ്ങൾ എന്ന ആത്മകഥ എഴുതിയത് SK പൊറ്റക്കാട്. ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയവരാണ് EMS, KR ഗൗരിയമ്മ, മൊയ്യാരത്ത് ശങ്കരൻ, വൈക്കത്ത് പാച്ചുമൂത്തത്, സർദാർ KM പണിക്കർ, അന്ന ചാണ്ടി, KM മാണി തുടങ്ങിയവർ. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളറാണ് മുഹമ്മദ് സിറാജ്. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളറാണ് മുഹമ്മദ് സിറാജ്. പുരുഷ ഏഷ്യ കപ്പ് 2023 ഫൈനലിൽ ശ്രീലങ്കയ്ക്ക് എതിരായിട്ടാണ് സിറാജിന്റെ ഈ നേട്ടം. ഏകദിന ലോകകപ്പിൽ ഏറ്റവും വേഗത്തിൽ 50 വിക്കറ്റ് സ്വന്തമാക്കിയ താരമാണ് മുഹമ്മദ് ഷമി. IPL-ൽ ഒരു ടീമിന് വേണ്ടി 150 വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് ജസ്പ്രീത് ബുംറ. ഇന്ത്യൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ടീമിലെ ഓൾറൗണ്ടറാണ് ഹർദിക് പാണ്ഡ്യ. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത്. നീതി ആയോഗിന്റെ സെക്കൻഡ് CEO ആയിരുന്നു അമിതാഭ് കാന്ത്. ലോകത്തിൽ വ്യാവസായികമായി വികസിച്ചതും ഉയർന്നു വരുന്നതുമായ പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G20. 1999 നിലവിൽ വന്നു. 21 അംഗരാജ്യങ്ങളാണുള്ളത്. 2023 ആഫ്രിക്കൻ യൂണിയൻ G20 അംഗമായി. G20 ഇനി മുതൽ G21 എന്നറിയപ്പെടും. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ്, മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്നത് ആഡം സ്മിത്ത്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാഭായ് നവറോജി. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആൽഫ്രഡ് മാർഷൽ. പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണമെന്ന് വ്യക്തമാക്കിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ലേണർ റോബിൻസ്. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യ നേടിയ മെഡലുകളുടെ ആകെ എണ്ണം 107. ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിൽ. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. ഈ 3 പ്രസ്താവനകളും ശരിയായതാണ്. മെഡൽ ടേബിളിൽ ഫസ്റ്റ് ചൈന, 201 സ്വർണം, 111 വെള്ളി, 71 വെങ്കലം എന്നിവ നേടി. സെക്കൻഡ് ജപ്പാൻ, തേർഡ് ദക്ഷിണ കൊറിയ, ഫോർത്ത് പൊസിഷൻ ഇന്ത്യ. ഇന്ത്യ 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം എന്നിവ നേടി. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? കരൾ. കരളിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്. ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരൾ. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത് കരളിൽ. കരളിൽ വെച്ച് യൂറിയ നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയയാണ് ഓർണിത്തേൻ പരിവൃത്തി. അമോണിയ കരളിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി കൂടിച്ചേർന്ന് എൻസൈമുകളുടെ സഹായത്തോടെ ഉണ്ടാകുന്നതാണ് യൂറിയ. താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ക്വഷിയോർക്കർ. മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ക്വഷിയോർക്കർ, മറാസ്മസ്, മറാസ്മിക് ക്വഷിയോർക്കർ എന്നിവ. ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് സൈലന്റ് വാലി. ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി.
കേരളത്തിലെ നിത്യഹരിത വനം, കേരളത്തിലെ ഏക കന്യാവനം, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നെല്ലാം അറിയപ്പെടുന്നത് സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് 1984 ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധി. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ നീലഗിരി ബയോസ്ഫിയറിൽ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം തെങ്ങ് ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം തെങ്ങാണ് ലക്ഷഗംഗ. തെങ്ങിന്റെ സങ്കരയിനങ്ങളാണ്: നീളം കൂടിയ തെങ്ങിനങ്ങളാണ് വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോള്, ലക്ഷദ്വീപ് ഓർഡിനറി. നീളം കുറഞ്ഞ തെങ്ങിനങ്ങളാണ് ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീന്, ഗംഗബോധം. മറ്റു സങ്കരയിനം തെങ്ങുകളാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിലുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? പ്ലാസ്റ്റിക് മലിനീകരണം. പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5. 2023 തീം സൊല്യൂഷൻ ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ക്യാമ്പയിൻ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2024 തീം നമ്മുടെ നാട് നമ്മുടെ ഭാവി മുദ്രാവാക്യത്തിന് കീഴിൽ ഭൂമി പുനരുദ്ധാരണം, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം എന്നതാണ്. രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസിമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസിമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര. രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസിമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര. വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ, സെറിബ്രൽ പൾസി, തലാസിമിയ, സിക്കിൾ സെൽ അനീമിയ, ജന്മനായുള്ള വൈകല്യങ്ങൾ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. പൂർണ്ണമായും കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കുഷ്ഠരോഗ നിർണയത്തിന് വേണ്ടി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അശ്വമേധം. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ചെറുധാന്യ വർഷം. 2023 ചെറുധാന്യങ്ങൾ. 2024 ക്യാമലിഡുകളുടെ അന്താരാഷ്ട്ര വർഷം. 2025 ഹിമാനി സംരക്ഷണ വർഷം ഓർ അന്താരാഷ്ട്ര സഹകരണ വർഷം. വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? pH 5. pH മൂല്യം 7 മുകളിൽ വരുന്ന പദാർത്ഥങ്ങൾ ആൽക്കലി. pH മൂല്യം 7 താഴെ വന്നാൽ ആസിഡ്. അധിക വിളകൾക്ക് പൊതുവെ യോജിച്ച മണ്ണിന്റെ pH മൂല്യം 6.5 മുതൽ 7.2 വരെ. മണ്ണിന്റെ pH മൂല്യം 5 താഴെയാണെങ്കിൽ കുമ്മായം ചേർക്കണം. ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക. ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക. ഇതിൽ തെറ്റായ ജോഡി ഇരുമ്പ് ക്രയോലൈറ്റ് എന്നതാണ്. ഇരുമ്പിന്റെ അയിരുകളാണ് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡ്രൈറ്റ്, അയൺ പൈറൈറ്റിസ്. അലുമിനിയത്തിന്റെ അയിരുകളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. കോപ്പറിന്റെ അയിരുകളാണ് മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്, കോപ്പർ പൈറൈറ്റിസ്. സിങ്കിന്റേതാണ് സിങ്ക് ബ്ലെൻഡ്, കലാമിൻ, സിൻസൈറ്റ്. ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം ഏത്? ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനമാണ് യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു എന്നത്. ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ശരിയായ ജോഡി. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോൾഡ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക്. ന്യൂക്ലിയസ് കണ്ടെത്തിയത്
ഏണസ്റ്റ് റുദർഫോൾഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ശരിയായത്. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും എന്നീ പ്രസ്താവനകൾ ശരിയാണ്. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണോപഗ്രഹമായ ആദിത്യ L1 നിക്ഷേപിച്ചതെന്ന്? ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണോപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചതെന്ന്? 2023 സെപ്റ്റംബർ 2. ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണോപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. ആദിത്യ ലാഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് 2024 ജനുവരി 6. വിക്ഷേപണ വാഹനം PSLV C-57. പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി. മിഷൻ ഡയറക്ടർ SR ബിജു. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? നോർവേ. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ നോർവേക്കാരനാണ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഹാൻ കാൻ, ദക്ഷിണ കൊറിയ. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരാവയവം. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവമാണ് കരൾ. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവമാണ് കരൾ. മലമ്പനിക്ക് കാരണമായ രോഗകാരി. മലമ്പനിക്ക് കാരണമായ രോഗകാരിയാണ് പ്ലാസ്മോഡിയം. മലമ്പനിക്ക് കാരണമായ രോഗകാരിയാണ് പ്ലാസ്മോഡിയം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനമാണ് CT സ്കാൻ. പ്രതിരോധ കുത്തിവെപ്പ്, ഡോക്ടറുടെ സേവനം, പാലിയേറ്റീവ് പരിചരണം എന്നിവ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമായവയാണ്. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനമാണ് ജൂൺ 7. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ 7. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം തൃശൂർ. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം തൃശൂർ. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് നിലവിൽ വന്നത് 2010. ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ K മോഹൻദാസ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് തൊണ്ടമുള്ള്, ഫാറ്റി ലിവർ, ഹൃദയാഘാതം, അമിത രക്തസമ്മർദ്ദം എന്നിവ ജീവിതശൈലി രോഗങ്ങളാണ്. തൊണ്ടമുള്ളിന് കാരണമായ ബാക്ടീരിയ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയയെ. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്തരത്തെ ബാധിക്കുന്ന രോഗമാണ് തൊണ്ടമുള്ള്. തുമ്മൽ, ചുമ എന്നിവയിലൂടെയാണ് ഇത് പകരുന്നത്. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ആണ് സർക്കോമ. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ആണ് സർക്കോമ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നിരാമയ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നിരാമയ. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസവും ഉന്നമനവും NGO സഹകരണത്തോടെ നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ദീൻദയാൽ പുനരധിവാസ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന സമഗ്ര പദ്ധതിയാണ് അതിജീവനം. അംഗപരിമിതരുടെ അമ്മമാർക്ക് ഇലക്ട്രിക് ഓട്ടോറിക്ഷ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം. മാനസിക വെല്ലുവിളി നേരിടുന്ന മുതിർന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന NGO-കൾക്ക് ഗ്രാന്റ് അനുവദിക്കുന്നതിനുമായ പദ്ധതിയാണ് പ്രതീക്ഷ. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യ മറൈൻ ആംബുലൻസ് സർവീസ് പ്രതീക്ഷ. സംസ്ഥാനത്ത് ആദ്യമായി പഞ്ചായത്ത് തലത്തിൽ ആരംഭിച്ച ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ പ്രതീക്ഷ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് 2008. 2008 ഒക്ടോബർ 14 ആരംഭിച്ചു. ആസ്ഥാനം
തിരുവനന്തപുരം. ചെയർമാൻ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി. ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? കൊറോണ വൈറസ്. ബാക്ക് ടു ബേസിക് കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടതാണ്. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ബാക്ക് ടു ബേസിക് എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത്. COVID-19 അനുബന്ധ പ്രോട്ടോകോൾ പാലിക്കേണ്ടതിന്റെയും രോഗവ്യാപനം കുറയ്ക്കുന്നതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായിട്ടാണ് ഇത് ആരംഭിച്ചത്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി സശ്രദ്ധം. റീച്ച് മീൻസ് റിസോഴ്സ് എൻഹാൻസ്മെന്റ് അക്കാദമി ഫോർ കരിയർ ഹൈറ്റ്സ്. കേരളത്തിലെ സ്ത്രീകളുടെ തൊഴിൽ മേഖലയിലെ ഉന്നമനത്തിനായി സർക്കാർ മേഖലയിലുള്ള ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഫിനിഷിംഗ് സ്കൂളിന്റെ പേര് ആയുർദളം. ലോക ജന്തുരോഗ ദിനം ജൂലൈ 6. ലോക ജന്തുരോഗ ദിനം ജൂലൈ 6. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി JP നഡ്ഡ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി JP നഡ്ഡ. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. 85/2024 കാറ്റഗറി നമ്പറിൽ PSC നടത്തിയ ആംബുലൻസ് അസിസ്റ്റന്റ് എക്സാമിന്റെ ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.